അമ്മൽ വാഹിദ് ലഹു ജിഹത്താനി. അപ്പോൾ ഒരു കാര്യം, ഒരു വ്യക്തിയെ കൊണ്ടുള്ള കാര്യം, ലഹു ജിഹത്താനി, അതിന് രണ്ട് ജിഹത്തുണ്ട്. ആ കാര്യത്തിന് രണ്ട് ജിഹത്തുണ്ട്. ലാ ലുസൂമ ബൈനഹുമ, ആ രണ്ട് കാര്യങ്ങളുടെ ഇടയിലെന്തില്ല, ജിഹത്തുകളുടെ ഇടയിലെന്തില്ല, പരസ്പര നിർബന്ധിത സ്ഥിതിയില്ല. അങ്ങനെയുള്ള ഒരു കാര്യം. ഉദാഹരണം പറയുമ്പോൾ കൂടുതൽ വ്യക്തമാവും. ഫസ്സലാത്തി ഫിൽ മക്കാനിൽ മഖ്സൂദ്, നിസ്കാരം പോലെ ഫിൽ മക്കാനിൽ മഖ്സൂദിൽ, പിടിച്ചു പറിക്കപ്പെട്ട കവർന്നെടുക്കപ്പെട്ട ഭൂമിയിലുള്ള നിസ്കാരം പോലെ. അപ്പോൾ ഒരു വ്യക്തിയാണ്, ആ വ്യക്തി നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുന്ന എവിടെയാ? പിടിച്ചു പറിക്കപ്പെട്ട കവർന്നെടുക്കപ്പെട്ട ഭൂമിയിലാണ്. അപ്പോൾ ആ ചെയ്യുന്ന ആ കാര്യത്തിന്, നിസ്കാരം എന്ന കാര്യത്തിന് രണ്ട് ജിഹത്തുണ്ട്. ഒന്ന് നിസ്കാരം എന്നൊരു ജിഹത്ത്, മറ്റൊന്നെന്താണ്? അത് പിടിച്ചു പറിക്കലാണ്, അല്ലേ? പിടിച്ചു പറിക്കലാണ്, കവർന്നെടുക്കലാണ്. അപ്പം ഇന്നാ സലാത്ത്, അപ്പോൾ അയാൾ ചെയ്യുന്ന ആ പ്രവൃത്തിയാവുന്നത് നിസ്കാരമാണ്, ഇതുമാണ്, പിടിച്ചു പറിക്കലുമാണ്. രണ്ടുമാണ് ഒരേ തരത്തിൽ. ഒന്ന് പിടിച്ചു പറിച്ചാലേ നിസ്കരിക്കാവുള്ളൂ, നിസ്കരിച്ചാലേ പിടിച്ചു പറിക്കാവുള്ളൂ എന്നുണ്ടാവും. അതുമില്ല. പരസ്പരം നമ്മൾ തമ്മിൽ എന്തില്ല, ലുസൂമില്ല. പിടിച്ചു പറിച്ചാലേ നിസ്കരിക്കാവുള്ളൂ, നിസ്കരിച്ചാലേ പിടിച്ചു പറിക്കാവുള്ളൂ ഒന്നുമില്ല. ഇയാൾ നിസ്കരിക്കുമ്പോൾ അത് നിസ്കരിക്കുന്നത് എന്താണ്? നിസ്കാരവുമാണ്, പിടിച്ചു പറിക്കലുമാണ്. ഇങ്ങനെയുള്ള സ്ഥിതി. പിടിച്ചു പറിക്കൽ വസ്ബ് എന്ന് വെച്ചാൽ എന്താ? ഐ ഷുഗുലു മിൽക്കിൽ വഴി, മറ്റുള്ളൊരാളുടെ ഉടമസ്ഥതയിൽ ജോലിയാകലാണ്. മറ്റൊരാൾ കൂടി കയറി ഇരിക്കുക, അവൻ്റെ മർത്തമ കയറുക, അവൻ്റെ വീട്ടിൽ കയറി താമസിക്കുക, അവർ ഭൂമിയിൽ കയറി വെറുതെ നിൽക്കുക, ഒക്കെ മഹസ്ബായിട്ട് വരും. അതിന് സമ്മതമല്ലെങ്കിൽ ആണ് ഷുഗുലു മിൽക്കിൽ കഴിയും. മറ്റൊരാളുടെ ഉടമസ്ഥയെ കയറി എന്ത് ചെയ്യുക? ഷുഗുൽ ചെയ്യുക. അതിനെന്ന് പറയാം, ഒസ്ബ് എന്ന് പറയും. പൊതുവാനൻ, എങ്ങനെ ഷുഗുൽ ചെയ്യുക? ശത്രുതാപരമായി. അപ്പോൾ നമ്മൾ പണിക്ക് കൊടുക്കും, അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ സുഹൃത്താണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് പൊതുവായ കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ആ നാട്ടിലുള്ളവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതല്ല, ശത്രുതാപരമായിട്ട് എന്ത് ചെയ്യുക? ഷുഗുൽ ചെയ്യുക. അപ്പം എന്താ അത് ഒസ്ബാണ്. പൊതുവാനൻ ശത്രുതാപരമായിട്ട് മറ്റൊരാളുടെ നിൽപ്പിൽ ജോലിയാകലാണ് ഒസ്ബ എന്ന് പറഞ്ഞാൽ. അതുമാണ് ഈ കാര്യം ബന്ധമാണത് നിസ്കാരം. കുല്ലും മിനുമ, ഇത് രണ്ടിൽ നിന്നും എല്ലാ ഓരോന്നുമാവുന്നത് യൂതതു എത്തിക്കപ്പെടും. ഇത് ദൂനിലാഭം, മറ്റതിനെ കൂടാതെ എത്തിക്കപ്പെടും. അസുഖമുണ്ടാവുന്നതിന് ആവശ്യമില്ല, നിസ്കാരത്തിൻ്റെ ആവശ്യമില്ല. നിസ്കാരം എന്നതിന് ആവശ്യമില്ല, ഒസ്ബിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ലുസൂമില്ല എന്ന് പറയും. അങ്ങനൊരു കാര്യം. ഇപ്പോൾ ജംഹൂർ, ഭൂരിപക്ഷം പണ്ഡിതന്മാരുമാവുന്നത്, ഉലമാക്കളിൽ നിന്ന് ഭൂരിപക്ഷം പേരുമാവുന്നത് ഉലമാക്കളിൽ നിന്നും ഭൂരിപക്ഷം പേരുമെന്ന് കാലൂ, അവർ പറയുന്നു, തസിഹു, ശരിയാവുന്നതാണ്. തിൽക സലാത്തു, ആ നിസ്കാരം എന്താണ്? ശരിയാവുന്നത്. അല്ലത്തി, എങ്ങനെ നിസ്കാരമാണ്? ഈ വാഹിദും ദുശക്സി, അത് ആ വ്യക്തിയെ കൊള്ളയുള്ള ഒരു കാര്യം നിസ്കാരം. അതെന്താണ്? വസ്തുവാണ്. നിസ്കാരം നിലയ്ക്കാൻ നിസ്കാരം എന്താണ്? അത് സഹിയാണ്. നീ എന്തിനാ നിസ്കരിക്കാറുന്നേ എന്നുള്ള ചോദ്യം ആഖിറത്തിൽ അയാളോട് നിന്നാണ് ഉണ്ടാവുക. സവാബ് കിട്ടണമെങ്കിൽ ഓടാ വിഷയം. ഇയാൾക്ക് എന്ത് ചെയ്യും? ഈ നിസ്കാരം കൊണ്ട് എന്ത് ചെയ്യും? സ്കരിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഔട്ടാവും. മനസ്സിലായില്ല? തസൈക്കോ തിൽക സലാത്ത്, നിസ്കാരം സഹിയാവുന്ന. അല്ലത്തി ഹിയ വാഹിദുൻ ബിശഖ്സി, അത് ആ വ്യക്തിയെ കൊണ്ടുള്ള ഒരു കാര്യമാണ്. ഇല്ല, പറഞ്ഞപ്പോൾ ഒരു വ്യക്തിയെ കൊണ്ടൊരു കാര്യം, ആ വേറെ കാര്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ കാര്യമാണ്. ആണ് ഇതൊക്കെ പറഞ്ഞു. ഫർളങ്ങാനത്ത്, ഇയാൾ നിസ്കാരം ഫർളാവട്ടെ, അത് നടത്തില്ല, സുന്നത്താവട്ടെ. ഫർള് നിസ്കാരം ശരിയാവോ? ഒപ്പല്ലേ? അങ്ങനെയില്ല. ഫർളായാലും സുന്നത്തായിരുന്നാണ് നിസ്കാരം ശരിയാവും. ഫർളങ്ങാനത്ത് അത് നിർത്തുക. ഫർളാവട്ടെ നമസ്കാരം, ഇത് സുന്നത്താവട്ടെ.
അത് ശരിയാവും എന്നാണ് ഭൂരിപക്ഷം ഉലമാക്കന്മാരും പറഞ്ഞിരിക്കുന്നത്. നദറൻ ജിഹത്തി സ്വലാത്തി, എന്നുള്ള നിസ്കാരം സഹിയാവുമെന്ന് ഭൂരിപക്ഷം ഉലമാക്കന്മാർ പറഞ്ഞു. അത് നിസ്കാരത്തിന്റെ ഭാഗത്തേക്ക് നോക്കുന്നതിന് വേണ്ടി അൽ മഖ്ബൂരി ബിഹാ, നിസ്കാരത്തെ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പിടിച്ചു പറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാളുടെ പോയി ഒരാളുടെ കെട്ടിടം പോയി പിടിച്ചു പറിക്കുക, റൂം പോയി പിടിച്ചു പറിക്കുക, അതിൽ പറമ്പ് പിടിച്ചു പറിക്കുക, അതിൻ്റെ പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത വരിക, അത് മാത്രമല്ല പിടിച്ചു പറിക്കലേ. മനസ്സിലായി പറഞ്ഞ ഒരാൾ അക്രമപരമായി മറ്റൊരാളുടെ സ്ഥാനം തട്ടിയെടുത്തു, ആ ലോകത്തെന്തോരം നടക്കുന്നു. മനസ്സിലാണ്ട പറയണ. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് പറയുന്ന ഒരാൾ, അവരുടെ പേര് ഞാൻ പറയണ്ട, അയാൾ താമസിക്കണ വക്കഭൂമിയിലാണെന്ന് പറയാം. അയാൾ വീട് വക്കഭൂമിയിലാണ്. അത് ചെറുപ്പമല്ല, പടച്ചവന്റെ സ്ഥലമാണ്, വക്കഭൂമിയാണ്. അപ്പൊ പിടിച്ചു പറിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുകയും കാണുന്നതായിക്കൊള്ളുന്നില്ല. ആരൊക്കെ എന്തൊക്കെ അവകാശപ്പെടുത്തി വെച്ചിട്ടുണ്ടോ അതൊന്നും അയാൾക്ക് അർഹതപ്പെട്ടതല്ല. മനസ്സിലായോ? അയാൾ അനധികൃതമായി നേടിയെടുത്തതാണ്, ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ച് എടുത്തതാണ്. അല്ലെങ്കിൽ സുഗോലും മിൽക്കിൽ കയറി ഒതുവാണ്. മനസ്സിലാണ്ട? അപ്പൊ ചങ്ങായി നിസ്കരിക്കുക, ചങ്ങായി വീടൊക്കെ പണിതിട്ടുണ്ട്, ചങ്ങായി ഓഫീസ് പണിതിട്ടുണ്ട്, അത് നിസ്കരിക്കുക, നിസ്കാരം ശരിയാവോ? അപ്പൊ ശരി, മനസ്സിലായില്ലേ? ആ നിസ്കാരം എന്താവും പറന്നങ്കാലത്താവും നത്തില, അത് പറലാവട്ടെ സുന്നത്താവട്ടെ. നേതറന്റെ ജിഹത്തി സ്വലാത്തി അൽ മാമൂലിക, അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ട ആ നിസ്കാരം എന്ന ജിഹത്തിലേക്ക്. കാരണം ഞങ്ങൾക്ക് നിസ്കരിക്കാതിരിക്കാലോ, ഞങ്ങൾക്ക് പിടിച്ചു വരയ്ക്കാൻ എന്തിൻ്റെ ആവശ്യമില്ല, നിസ്കരിക്കേണ്ട ആവശ്യമില്ല. പിടിച്ചു വരയ്ക്കാൻ ആൾ നടത്തിയ ഒരു പോക്കിരിത്തരമാണ്. ഇയാൾ എന്ത് ചെയ്യണം? നിസ്കരിക്കാം. അതാണ് നിസ്കാരം സഹിയാവും. എന്താണ് നിസ്കാരം സഹിയാവും? പക്ഷെ നിസ്കാരത്തിന് എന്തില്ല, സവാബ് കിട്ടുന്നതല്ല, സവാബായിട്ട് നടത്തപ്പെടുന്നത്. ഫായിലുഹ, അതായത് ഒരായുസാബ് ഫായിലുഹ, അത് അങ്ങനെ നിസ്കരിക്കുന്ന, പ്രവർത്തിക്കുന്ന, ആ നിസ്കാരം നിർവഹിക്കുന്ന ആൾക്കെന്നാണ് സവാബ് നൽകപ്പെടുന്നതല്ല. ഉഖൂബത്തൻ ലഹു, എന്തുകൊണ്ടാണ് അയാൾക്ക് സവാബ് നൽകപ്പെടാത്തത്? ഉഖൂബത്തൻ ലഹു, അയാൾക്കുള്ളൊരു ശിക്ഷയായിട്ട്. അലൈഹ, ആ നിസ്കാരത്തിന്റെ മേലുള്ള ശിക്ഷയായിട്ട്. മിൻ ജിഹത്തിൽ ഗസ്ബി, ഏത് ജിഹത്തിലൂടെ? പിടിച്ചു പറിക്കപ്പെട്ട ഭൂമിയിലാണ് നിസ്കരിക്കുന്നത്. ഈ കാണാകപ്പെട്ട ഭൂമിയും കാര്യത്തിലാണ് എന്താണ്? പിടിച്ചു പറിച്ച ഭൂമിയിലാണ് നിസ്കാരം. നിസ്കാരത്തിന് എന്തില്ല, സവാബില്ല ആ ജിഹത്തിൽ കേട്ടോ. ഉഖൂബത്തല്ലഹു അലൈഹ മിൻ ജിഹത്തിൽ ഗസ്ബി, പിടിച്ചു പറിക്കപ്പെട്ടെന്ന ജിഹത്തിലൂടെ ആ നിസ്കാരത്തിന്റെ മേല് അവനക്ക് എന്താണ് ഒരു ശിക്ഷയായിട്ട് അവർക്ക് സവാബുണ്ടാവൂല. സവാബുണ്ടാവൂലെങ്കിലും എന്താണ് നിസ്കാരം എന്താവും? സഹിയാവും എന്നർത്ഥം കേട്ടോ. അപ്പൊ കീല മറ്റൊരു കീല പറയുന്നു, മറ്റൊരു അഭിപ്രായം, അത്ര ബലപ്പെട്ട അഭിപ്രായം എന്ന് പറയാണ്. ആ കീല പറഞ്ഞു നിസ്കാരം സഹിയാവുകയും ചെയ്യും, നിസ്കാരത്തിന് എന്താണ് പ്രതിഫലവും അവന് നൽകപ്പെടുന്നതാണ് എന്ന മറ്റൊരു അഭിപ്രായം ഉലമാക്കൾക്കിടയിലുണ്ട്. ഇന്നും ജിഹത്തി സ്വലാത്തി, ഏതടിസ്ഥാനത്തിലൂടെ? നിസ്കാരം എന്ന ജിഹത്തിലൂടെ. അത് നിസ്കരിക്കലേ ഇത്. അപ്പൊ നിസ്കരിച്ചു എന്ന അടിസ്ഥാനത്തിൽ നിന്നാണ് നമുക്ക് ഒരു സവാബും കിട്ടും എന്ന് അങ്ങനെ പറഞ്ഞൊരു അഭിപ്രായം ഉണ്ട്. അപ്പൊ ഈ നൂക്കിവം ജിഹത്തിൽ ഹോസ്പിൽ പിടിച്ചു പറിച്ചു നീയില്ലേ എന്ന നിലയ്ക്ക് അവന് ഇക്റാം അല്ലാഹു തആല ആഖിറത്തിൽ അല്ല ദുനിയാവിൽ ഉദ്ദേശിക്കപ്പെട്ടതും കൊടുക്കപ്പെട്ടാൽ പോലും അവർക്ക് എന്താണ് നിസ്കാരം നിർവഹിച്ചില്ല, അതിന്റെ സ്വഭാവം അവർക്ക് കിട്ടും എന്ന് കീഴ പറഞ്ഞു. അപ്പൊ ഈ നൂക്കിബ ജിഹത്തിൽ ഹോസ്ബിന്റെ ഭാഗത്തിലൂടെ അവൻ ശിക്ഷിക്കപ്പെട്ടാലും ശരി, നിസ്കാരത്തിന്റെ ഭാഗത്തിലൂടെ അവർക്ക് എന്താണ് സവാബ് കിട്ടപ്പെടും. ഫഖദ് യുവാഖബു ബിഗൈരി ഹിർമാനി സവാബി. അപ്പൊ ഈ കീലക്കാരുടെ വിഷയം എന്താ? ഫഖദ് യുവാഖബു, അപ്പൊ അയാളെ ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ശിക്ഷിക്കപ്പെടുന്ന ഉറപ്പും നമുക്ക് റബ്ബിന്റെ തീരുമാനമല്ല, അയാൾ ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ബിഗൈരി ഹിർമാനി സവാബി, അയാൾ നിസ്കരിച്ചു എന്നുള്ളതിന്റെ സവാബ് അയാൾക്ക് തടയൽ കൂടാതെ. മനസ്സിലായില്ലേ? തടയൽ കൂടാതെ അയാൾക്ക് സവാബ് കിട്ടാൻ നടത്തപ്പെടാവുന്നതാണ്. ബി ഹിർമാനി ബാലിഹി, അല്ലെങ്കിൽ വരാം, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട സവാബ് കുറച്ചെന്ത് ചെയ്യും? തടയൽ കൊണ്ട് അയാൾക്ക് എന്താണ് കിട്ടാവ് നൽകപ്പെടും. അങ്ങനെയും വരാം. മനസ്സിലായില്ലേ? സവാബാക് കിട്ടേണ്ടത് പെരുപെരുത്ത വിലമതിക്കാനാവാത്ത സവാബാണ് അവരെ നിസ്കാരത്തിനുള്ളത്. അത്രയും കിട്ടില്ല. എന്തുകൊണ്ട്? ഹോസ്പിറ്റൽ നടത്തുക. മനസ്സിലായില്ലേ? അങ്ങനെയും വരാം. ഓക്കെ, ഹിർമാനി ബാലിഹി. അപ്പൊ എന്താണ് അയാൾക്ക് അതിന്റെ ബാലിനെ തടയൽ കൊണ്ട് എന്താണ്
അയാൾക്ക് എന്താണ് സവാബ് നൽകപ്പെടാം കേട്ടോ. അപ്പോൾ സവാബ് കടയിൽ കൊണ്ടുവന്ന് ഇക്കാബ് യുറാക്കബു അയാൾക്ക് ഇക്കാബ് നൽകപ്പെടാം. ഇത് വേരി ഫിർമാനി സവാബി സവാബിൽ തടസ്സപ്പെടുത്തൽ ഇല്ലാതെ കൊണ്ട് മറ്റൊരു നിലയ്ക്ക് എന്ത് ചെയ്യാം അയാൾക്ക് ഇക്കാബ് നൽകപ്പെടാം. ഔ ബിഹിർമാനി ബാലികി ഇനി സവാബിൻ്റെ ബാലിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം കുറച്ച് കൊടുത്തിട്ടും കുറച്ച് തടസ്സപ്പെടുത്തുകയും ചെയ്യാം അയാൾക്ക് ഇക്കാബ് നൽകപ്പെടാം. ഇതാണ് കീലക്കാരുകൾ. അപ്പോൾ ഹാദാഹുവ തഹ്ഖീഖ്. മഹല്ലിമാർ റഹ്മത്തുള്ളാഹി തആല ആരോടെയാ കീലക്കാരോട് മനസ്സിലായല്ലോ. അപ്പോൾ ഹാദാഹുവ തഹ്ഖീഖ് ഇതാണ് അതിനിപുണമായ അഭിപ്രായം. കാരണം അവിടെ വസ്തുതയുണ്ട്. ഇയാളെ പിടിച്ചു പറിച്ചെന്നുള്ള ഹറാമാണ് എങ്കിലേ വ്യക്തി എന്ത് ചെയ്യുന്നു ശരിക്കും. അതുകൊണ്ട് ഹാദാഹുവ തഹ്ഖീഖ് ഇതാണ് തഹ്ഖീഖ്. വല്ലവ്വലു ആദ്യം പറഞ്ഞത് തഖരീബ് അതാണ് കൂടുതൽ അടുത്തത്. കൂടുതൽ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് പിടിച്ചു പിടിച്ചെടുത്താൽ നിസ്കരിക്കും ശരിയാവില്ല. അങ്ങനെ ചെയ്യാവാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അഭിപ്രായം കിട്ടുന്നത് അതാണ് പറഞ്ഞത്. വല്ലവ്വലു ആദ്യം പറഞ്ഞ് തഖരീബ് അതാണ് അടുത്തത്. റാജിഉൻ അത് എന്താണ് മുന്നറിയിപ്പ് ഭീഷണി നൽകുന്നതുമാണ് ആ തീരുമാനം. എന്താ നിസ്കാരം ശരിയാവൂല എന്ന തീരുമാനം എന്താണ് അവനെ തടസ്സപ്പെടുത്തും. അനീക്കായ് സലാത്തി നിസ്കാരം നിർവഹിക്കുന്നതിനെ തൊട്ട് ഫിൽ മഖ്സൂദി ഇവിടെ പിടിച്ചു പറിക്കപ്പെട്ട ഭൂമിയിൽ നിസ്കരിക്കുന്നതിനെ തൊട്ട് അവനെന്താണ് തടസ്സപ്പെടുത്തുന്നതുമാണ് ആദ്യം പറഞ്ഞതായ അഭിപ്രായം കേട്ടോ. അപ്പോൾ കീലനുസരിച്ച് അതാണ് തഹ്ഖീഖ് എന്ന് തീരുന്നു. ആലിമാർ റഹ്മത്തുള്ളാഹി തആല പറയുന്നു. കാരണം ആ വ്യക്തിക്ക് എന്താണ് സവാബ് നൽകപ്പെടാവുന്നതാണ്. ഈ സവാബ് കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ അയാൾക്ക് എന്താണ് ഇക്കാബിനെ എന്താണ് അയാൾക്ക് കൊടുക്കാനും സാധിക്കും. ഇക്കാബ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇക്കാബ് കൊടുക്കാനും സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സവാബ് എന്താണ് അല്ലാഹു തആലയ്ക്ക് കൊടുക്കാനും സാധിക്കും. നമ്മൾ തഹ്ഖീഖ് എന്ന് പറഞ്ഞെങ്കിലും ആദ്യം പറഞ്ഞ അഭിപ്രായം എന്താണ് ശരിയത്. അത് അടുത്ത അഭിപ്രായമാണ്. അടുത്തയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന അഭിപ്രായമായിട്ടാണ് അനുഭവവേദ്യമാവുന്നത്. അതാണ്. മാത്രവുമല്ല റാദിയോൻ അനീക്കായ്ത്തലാത്തി ഇതിൽ മഹ്സൂദി പിടിച്ചു പറിക്കപ്പെട്ട സ്ഥലത്ത് എന്താണ് നിസ്കാരം സംഭവിപ്പിക്കുക എന്നർത്ഥം. അങ്ങനെ പഴയ കാലത്ത് മലയാള ഉസ്താമാർ അങ്ങനെ പറയാം. നിസ്കാരം സംഭവിപ്പിക്കുന്നതിനെ തൊട്ട് ആളെന്നാണ് തടസ്സപ്പെടുത്തുന്നയാളെ ഭീഷണി മുന്നറിയിപ്പ് ഷറഈന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി തീർക്കുന്നതുമാണ്. പല ഖിലാഫത്തിൽമാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ രണ്ടഭിപ്രായത്തിലും ഇതില്ല അഭിപ്രായ വ്യത്യാസം ആശയാടിസ്ഥാനത്തിൽ കേട്ടോ. മറ്റുള്ളവർ ആ നിലയ്ക്ക് അത് പറഞ്ഞു വെച്ചു. അപ്പോൾ ആ പറഞ്ഞു വെച്ചുകൊണ്ട് സവാബായിട്ട് തീരെ കിട്ടില്ല എന്നൊന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല. ആളുകൾ ആ പണി ചെയ്യരുത് എന്ന് ഉദ്ദേശിച്ചത് എന്താണ് അങ്ങനെ അവർ പറഞ്ഞു വെച്ചതാണ്. രണ്ടാമത്തെ പക്ഷക്കാരെന്താണ് അതിൻ്റെ ഉള്ളുകളിൽ അയച്ചയച്ച് നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കിടക്കുന്ന തഹ്ഖീഖായ അഭിപ്രായം എന്താ അയാൾക്ക് സവാബും കിട്ടും. അയാൾക്ക് എന്താണ് ഉദ്ദേശിച്ചാൽ അല്ലാഹു ആൾക്കാരോ ഉദ്ദേശിച്ചാൽ കിട്ടാബും കിട്ടും എന്ന് രണ്ടാമത്തെ കാര്യം പറഞ്ഞു വെച്ചതാണ് എന്ന് മഹല്ലിമാർ റഹ്മത്തുള്ളാഹി തആല അതിനെ വിളച്ചെഴുതിയിരിക്കുന്നു.